ഹായ് എവരിവൺ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. പാലപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ തേങ്ങയോ ഈസ്റ്റോ ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടും അരികൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞും വരുന്ന രീതിയിലുള്ളൊരു പാലപ്പമാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെയും ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടുള്ളതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പാലപ്പം തയ്യാറാക്കുമ്പോൾ തേങ്ങ ചേർത്തില്ലെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് തന്നെ പാലപ്പം റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് ചേർക്കുന്നത്. ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുത്താൽ അപ്പം ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞു വരും. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം. ചെറു ചൂടുള്ളൊരു വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അരി വൃത്തിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഈ അരി ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. 4 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആവാൻ അത് സഹായിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചോറും കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും 1/4 കപ്പ് തേങ്ങാ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു 2 മണിക്കൂറോളം മാറ്റി വെച്ചതും കൂടെ ചേർത്തിട്ട് ഇനി അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിതിവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ഇളക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം കൈകളിലെ മൈക്രോ ഓർഗാനിസംസ് പെട്ടെന്ന് തന്നെ മാവിനെ ഫെർമെൻ്റ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും. തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാവ് പൊങ്ങി വരും. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമുക്കിതുപോലെ മാവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫെർമെൻ്റ് ആവാൻ ഭയങ്കരമായിട്ട് താമസിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി വരും. മാവ് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് സ്പീഡിലും മിക്സ് ചെയ്യണ്ട. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ചുട്ടെടുക്കുമ്പോൾ ആ ഒരു കുമിളകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ മാവിന് നമ്മൾ ഒരുപാടങ്ങ് ഇളക്കിയെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലോട്ട് ഒരു 3-4 സ്പൂൺ മാവ് ഞാൻ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കാം. പാലപ്പം തയ്യാറാക്കാനുള്ള ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി മാവ് നന്നായിട്ട് പരന്ന് വരുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് കുമിളകൾ വന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്കിത് മൂടി വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കാം. പാലപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ആയി തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ എല്ലാ പാലപ്പവും ചുട്ടെടുക്കാം. പാലപ്പത്തിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. തേങ്ങയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 100% സക്സസ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.